ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു മീൽ പ്രിപ്പ് വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. മിക്സഡ് വെജിറ്റബിൾസിൻ്റെ കറി വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് ചിലപ്പം ക്യാരറ്റ്, ഉരുളൻകിഴങ്ങൊക്കെ ഉണ്ടാകാറുണ്ട്. ഓരോന്നല്ലേ. പിന്നെ ഒരാഴ്ച 10 ദിവസമൊക്കെ വെച്ചിട്ട് 2 പേരാണ് കഴിക്കുക. അപ്പോൾ 2 പാക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കയ്പ ഞാൻ ചേർത്തിട്ടില്ല. പകരം ബജി വാഴക്ക വാങ്ങിയപ്പം അതിലൊരെണ്ണം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ബീഫ് വേവിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 300 ഗ്രാമോളം വരുന്ന ബീഫ് ചെറുതാക്കി മുറിച്ചിട്ട് ഉപ്പും മഞ്ഞളും ചേർത്ത് 1 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ്. അത്യാവശ്യം വേവുള്ള ബീഫ് ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 40 മിനിറ്റോളം ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലായിട്ട് ബാക്കി 40 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ആ ഒരു സമയം കൊണ്ട് വെജിറ്റബിൾസ് നമുക്ക് വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒറ്റയടിക്ക് വൃത്തിയാക്കി എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ പീൽ ചെയ്യാനുള്ളത് പീൽ ചെയ്ത് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഏറ്റവും കൂടുതൽ വേവുള്ളതിനെ ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വേവുള്ളത് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം സവാള ചേർത്തിട്ട് ആദ്യം വഴറ്റിയെടുക്കുകയാണ്. ഞാനൊരു മീഡിയം സൈസിലുള്ള സവാള 3 എണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉപ്പ് ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഇളക്കി വേവിച്ചെടുക്കുകയാണ്. ആ ഒരു സമയം കൊണ്ട് ഞാൻ തക്കാളി കഴുകി വെച്ചത് അരിഞ്ഞെടുക്കും. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് തക്കാളി അരിഞ്ഞെടുക്കും. ശേഷം തുറന്നതിന് ശേഷം അതുകൂടെ ചേർത്ത് കൊടുക്കും. പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കുമ്പം എപ്പോഴും സവാളയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നടുഭാഗത്താക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് നല്ലത്. എന്നിട്ട് അടച്ച് വെച്ച് വരുമ്പോൾ പിന്നെ സവാളയും ഉള്ളിയും ഒക്കെ ഒരുപോലെ ചൂടായിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് പിന്നെ ഒരുമിച്ചിട്ട് നന്നായിട്ട് മാഷ് ചെയ്ത് ഉടച്ചെടുക്കുകയാണ് നല്ലത്. അപ്പോൾ ഞാനിതാ ബാക്കി കാര്യങ്ങളൊക്കെ വഴന്ന് വന്നപ്പോൾ സവാള കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ്. സമയമില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വേവിച്ചെടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഏറ്റവും വേവുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഞാൻ മുകളിലൊന്ന് വിതറി കൊടുത്തിട്ട് അടച്ച് വെക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഒന്നുകൂടെ അടച്ച് വെക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാൻ കുമ്പളം, ചിരങ്ങ എന്നിവ കൂടി കട്ട് ചെയ്തെടുക്കും. 40 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് കുക്കറൊക്കെ എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് തുറന്നെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെറുതാക്കിയിട്ടാണ് ഞാൻ മുറിച്ചെടുത്തത്. അതുകൂടെ നമുക്ക് ഈ വലിയൊരു പാത്രത്തിലേക്ക് വെജിറ്റബിൾസിൻ്റെ കൂടെ വേവാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ബീഫ് ചേർക്കുമ്പോൾ നമ്മുടെ വെജിറ്റബിൾസിന് ബീഫിൻ്റെ ടേസ്റ്റ് കൂടെ വരും. അപ്പോൾ കഴിക്കാൻ ഒന്നുകൂടെ നന്നാകും. ഇനി ഞാൻ 1 ലിറ്ററോളം തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെജിറ്റബിൾ കഷ്ണങ്ങൾ ഏകദേശം 5 കിലോയോളം വരും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് മഞ്ഞളും പിന്നെ 1 ടേബിൾ സ്പൂണോളം മല്ലിയും ചേർക്കുന്നുണ്ട്. എരിവിനാവശ്യത്തിന് 1 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്തത്. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാലയും 1 ടീസ്പൂണോളം ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബിരിയാണി മസാലയുടെ കൂട്ടാണ് നമ്മുടെ ഈ വെജിറ്റബിൾസിനെ ഒന്നുകൂടെ രുചികരമാക്കി തരുന്നത് കേട്ടോ. ഇനി അരിഞ്ഞു വെച്ച കുമ്പളം കഷ്ണവും ചിരങ്ങ കഷ്ണവും കൂടെ മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട്. അടച്ചു വെക്കുകയാണ്. ഇനി ഇടാനുള്ളത് മത്തനും പടവലവും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബജി വാഴക്കയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വേവാത്ത കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നില്ല. മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കും. പിന്നെ അടച്ചു വെച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഒന്ന് ചൂടായി വന്നെന്ന് കരുതുമ്പോഴാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി വീഡിയോയിൽ ഇതേപോലെ ഓരോ വെജിറ്റബിൾസ് വേവിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് ഗ്യാപ്പിലാണ് ഓരോ വെജിറ്റബിൾസും ചേർത്ത് കൊടുത്തത്. ഒരു 40-45 മിനിറ്റോളം ഞാനിതിങ്ങനെ ഓരോന്നായിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പയർ ചേർത്ത് കൊടുത്തു. പയറിൻ്റെ കൂടെ തന്നെ വെണ്ടയും അമരയൊക്കെ ഉള്ളത് ചേർത്ത് കൊടുക്കാം. ഞാൻ വെണ്ട മുറിച്ചെടുത്തിട്ടില്ല, അതുകൊണ്ടാണ് പിന്നീട് ചേർത്ത് കൊടുത്തത്. പയർ, അമര, വെണ്ട ഒക്കെ ഏകദേശം ഒരു വേവ് തന്നെയാണ്. മുൻപൊരു അൺബോക്സിങ് വീഡിയോ ചെയ്ത ആ ഒരു അലോയുടെ സ്റ്റൈലൻസ് സ്റ്റീൽ ട്രിപ്പിൾ ഫ്രൈ പാനാണിത്. സോസ് പാനാണിത്. ഇതിനകത്ത് വെള്ളം ഉള്ളത് കൊണ്ട് അടിക്ക് പിടിക്കൊന്നുമില്ല. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വെജിറ്റബിൾസ്, മീറ്റ്, ഫിഷ് ഒക്കെ ഇതിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇടയ്ക്ക് രുചിച്ച് നോക്കുന്നുണ്ട്. ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ്, മുളക്
ഒക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. സ്പൈസസോ മുളകൊന്നും പിന്നീട് ചേർത്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല. കാപ്സിക്കവും കൂസയും അവസാനം വഴുതനയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന വെജിറ്റബിൾസ് എന്നൊന്നുമില്ല, നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഏത് വെജിറ്റബിളും ഇതേപോലെ ഉണ്ടാക്കി നോക്കാം. പിന്നെ ഹൈ കാർബായിട്ടുള്ള ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ് പോലെയുള്ളതൊക്കെ 2 എണ്ണം വീതമൊക്കെ ഉള്ളൂ. പിന്നെ ഒരു 10 ദിവസം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച വെച്ചിട്ട് 2 ആളൊക്കെയാണ് കഴിച്ചെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, ഡയറ്റിന് പുറത്തേക്കൊന്നും നിങ്ങളെ കൊണ്ടുപോകുമൊന്നുമില്ല. 1-2 പീസൊക്കെ ഒരു ദിവസം കഴിക്കുന്നതിൽ വരുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ്. ലാസ്റ്റ് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കൂടുതലായിട്ടുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. എന്നാലും 1 ലിറ്റർ വെള്ളം ഒഴിച്ചത് എനിക്കൊരു കൂടുതലായിട്ട് വന്നിട്ടൊന്നുമില്ല. ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വന്ന് ഞാൻ അടച്ച് വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുത്തത്. ആ ഒരു സമയം വെന്ത് വരാൻ വേണ്ടിയിട്ട് ആ ഒരു വെള്ളം മതിയായി വന്നിരുന്നു. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ എന്താ, ചോറ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കും. ഒരു ബോക്സ് മാത്രം താഴെ വെക്കും. എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ആവശ്യത്തിന് ഓരോ ദിവസം മീനിൻ്റെ കൂടെയോ ഇറച്ചിയുടെ കൂടെയൊക്കെ കൂട്ടിയിട്ട് കഴിക്കും. 4-5 ദിവസം വരെ ഫ്രിഡ്ജിൽ താഴെ കേടുകൂടാതെ തന്നെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ മാത്രം ഫ്രീസറിൽ നിന്ന് ഓരോ പാത്രം 3-4 ദിവസത്തേക്കുള്ള അത്രയും ആക്കി വെച്ചത് ഫ്രിഡ്ജിലേക്ക് താഴെ വെച്ചാൽ മതി. പിന്നെ ഐസൊക്കെ ഒരു ദിവസം വേണ്ട, രാത്രി എടുത്ത് വെച്ചാൽ പിറ്റേ ദിവസം ഉച്ച ആകുമ്പോഴേക്ക് ഫ്രിഡ്ജിന് താഴെ ഇരുന്നാൽ തന്നെ ഐസൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ പാകം തണുപ്പിൽ അങ്ങനെ ഇരിക്കും. നമുക്ക് ആവശ്യത്തിനെടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം തണുപ്പൊക്കെ പോയിട്ട് വേണമെങ്കിൽ ചൂടാക്കിയെടുക്കാം. ഞാൻ ചെറുതായിട്ട് തണുപ്പൊക്കെ പോയി കഴിഞ്ഞാൽ മൈക്രോവേവ് ഓവനിൽ 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. കൂടെ ഇതേപോലെ മീനോ ബീഫോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചതുണ്ടെങ്കിൽ അതുകൂടെ കൂട്ടി കഴിക്കും. അപ്പോൾ ഇത്രയാണ്. നിങ്ങൾ ഈ ഒരു മീൽ ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിപ്പോൾ ഒരു 3-4 പ്രാവശ്യമായി ഇതേപോലെ മിക്സഡ് വെജിറ്റബിൾസ് ഉണ്ടാക്കി നോക്കുന്നു. അപ്പോൾ ഇടയ്ക്കിങ്ങനെ മടുക്കുന്നു തോന്നുമ്പോൾ സാമ്പാറിൻ്റെ പൊടി ഇട്ടിട്ട് സാമ്പാറിൻ്റെ ടേസ്റ്റിൽ കഴിക്കും. അത് കഴിഞ്ഞപ്പോൾ ഇതേപോലെ വെറുതെ സാധാരണ ഉപ്പേരി പോലെ കടുകും മുളകും കറിവേപ്പിലയും വറുത്തിട്ടിട്ട് അങ്ങനെ കഴിച്ച് നോക്കി. ഇപ്പോൾ ഇത് 3ാമത്തെ വിഭവമാണ് സബ്ജിയാക്കി കഴിച്ച് നോക്കുന്നത്. തുടരെ കഴിച്ച് കഴിഞ്ഞാൽ ആർക്കായാലും ഒന്ന് മടുക്കും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ആക്കി നോക്കാം, ഇടയ്ക്ക് മറ്റെന്തെങ്കിലും ടൈപ്പിലാക്കി നോക്കാം. ഇങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെജിറ്റബിൾസ് നമ്മളൊരു നേരം കഴിക്കുന്നതിലുണ്ടാകും. ഞാൻ ഒരേ സാധനം തന്നെ എല്ലാ ദിവസവും കഴിക്കുന്നതിന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ മിക്സഡ് വെജിറ്റബിൾസ് ഉള്ളൊരു പാക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ ഒരു സബ്ജീൻ്റെ ടേസ്റ്റിൽ വരുത്താനുള്ളത് ഇക്കാൻ്റെ ഐഡിയ ആയിരുന്നു കേട്ടോ. അതുപോലെ ഉണ്ടാക്കി നോക്കുന്ന റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. ആദ്യം ഒക്കെ കുറച്ച് എരിവ് കൂടി തോന്നി, പിന്നെ എരിവൊക്കെ കുറച്ചിട്ട് ആണ് ലാസ്റ്റ് നല്ല പാകത്തിലാക്കി വന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. നിങ്ങൾ ഈ സംഭവം ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.